നീ എന്താ അതിലിങ്ങനെ കുത്തിക്കൊണ്ടിരിക്കണേ? അവളാ ചേട്ടൻ്റെ ഫോട്ടോ നോക്കിയിരിക്കായിരിക്കും. ദേ പെണ്ണെ, നിന്നോട് 1000 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് നിന്റെ ഉദ്ദേശം നടക്കില്ലെന്ന്. കണ്ടോ, തോന്നിയാസം കാണിച്ച് ജയിലിൽ കിടക്കുന്നവന് കെട്ടിച്ചു കൊടുക്കാനല്ല നിന്നെ ഞങ്ങൾ ഇത്രയും നാൾ വളർത്തിയത്. മോളെ, നീയൊന്ന് ആലോചിച്ചു നോക്കേ. അമ്മ പറയണില്ല എന്താ തെറ്റ്? ഇങ്ങനൊരുത്തന്റെ കയ്യിൽ നിന്നെ ഏൽപ്പിക്കാനാണോ ഞങ്ങൾ നിന്നെ? എന്റെ മക്കൾ സന്തോഷത്തോട് ജീവിക്കണമെന്ന് മാത്രമേ പപ്പയ്ക്കും അമ്മയ്ക്കും ആഗ്രഹമുള്ളൂ. നീയായിട്ട് ഞങ്ങളിങ്ങനെ വേദനിപ്പിക്കരുത്. പപ്പയ്ക്ക് ഇതിൽ കൂടുതലൊന്നും സഹിക്കാൻ വയ്യ മോളെ. പപ്പ, അർജുൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല. എനിക്ക് ഉറപ്പുണ്ട്. അവൻ തിരിച്ചു വരുന്നവരെ ഞാൻ കാത്തിരുന്നോളാം. അവനില്ലാതെ എനിക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റുമെന്ന് പപ്പയ്ക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് പറ്റില്ല പപ്പ. അല്ലാതെ ആരെയും വേദനിപ്പിക്കാനൊന്നുമല്ലല്ലോ ഞാൻ. സാറേ, ഇത് നോക്കിയേ. എന്താ ഇത്? കമലക്കെട്ടി കൊലപാതകം, ഇരുട്ടിൽ തപ്പുന്ന പോലീസ്. ക്രൈം നടന്ന ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പ്രതികളെ പിടിക്കാൻ കഴിയാതെ പോലീസ് നോക്കുകുത്തികളാകുന്ന കാഴ്ചയാണ് നമുക്ക് മുന്നിലുള്ളത്. ഈ കേസിന്റെ അന്വേഷണ ചുമതലയുള്ള ഡിവൈഎസ്പി ഗായത്രിയും CI വരുൺ നായരും കേസിന്റെ വിശദ വിവരങ്ങൾ ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല. ജനങ്ങളെ ഭീതിയിലാഴ്ത്തുന്ന കൊലപാതക പരമ്പരയാണ് ഇനിയും ആവർത്തിക്കാൻ സാധ്യതയുള്ളത്. ഒരു ജേർണലിസ്റ്റ് പോലീസിനെ നോക്കാം. ഈ മീഡിയക്കാരുടെ ഓരോ പണികളെ. ഹായ് വരുൺ. പൊടി, നിന്റെ ഒരു ഹായ്. എന്തായി CI സാർ? ചൂടിലാണല്ലോ. കമലക്കട്ടി കൊലപാതകം, ഇരുട്ടി തപ്പുന്ന പോലീസ് വച്ച് കീറുന്നുണ്ടായിരുന്നല്ലോ. എന്ത് ചെയ്യാനാ മോനെ, ജോലി ഇതായി പോയില്ലേ. പിന്നെ ജേർണലിസ്റ്റ് ആയ പിന്നെ എന്ത് വിളിച്ച് പറയാലാ? ഒരു മിനിറ്റ്, വിട്ട് കളയുന്നേ. അടെ എന്താ പരിപാടി? ഒന്നുമില്ല, DYSP മാഡത്തിന്റെ പ്രത്യേക ഒരു ഓർഡർ, നൈറ്റ് പെട്രോളിംഗ്. എന്നാലും എന്തായിരിക്കും ആ കില്ലറിന്റെ എയിം? ആരോട് പ്രതികാരം തീർക്കുന്ന പോലെയുണ്ട്. ഏറ്റവും വെറുക്കപ്പെട്ടവരോട് എങ്ങനെ പെരുമാറും അതുപോലെയാണ് അവരുടെ ആക്രമണ രീതി. ഒരു പ്രത്യേക ഡ്രസ് കോഡും ആഴത്തിലുള്ള മുറിവുകളോട് കൂടിയ മുഖവും കീറിപ്പറഞ്ഞ ഡ്രസ്സും. ഒറ്റ നോട്ടത്തിൽ കണ്ട പേടി തോന്നും. പക്ഷെ എനിക്ക് മനസ്സിലാവാത്തത് എന്താണ് ഈ കൊലപാതകങ്ങളിലെ കണക്ഷൻ എന്നാ. സാറേ, സാറേ, ഇങ്ങോട്ട് വന്നു സാറേ. എന്താ? ഞാനിപ്പോൾ വിളിക്കാം. ഹലോ ഹലോ. സാറേ, നോക്കിയ സാറേ. എന്താ അവിടെ എന്താ? എന്തോ. താൻ പോയി ആ ടോർച്ച് എടുത്തിട്ട് വേണം. ഓക്കെ സാർ. ആ ടോർച്ച് ഇങ്ങ് എടുക്കണം. വേഗം താടോ.
ഇപ്പോഴത്തെ അവസ്ഥ എന്താ ഡോക്ടറെ? ആൾ സ്റ്റേബിൾ ആണ്, പ്രത്യേകിച്ച് വേരിയേഷൻസ് ഒന്നും കാണുന്നില്ല. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ അറിയിച്ചാൽ മതി. ഓക്കെ ഇവരിവിടെ തന്നെ ഉണ്ടാവും. ഓക്കെ, ഓക്കെ. ഇവിടെ എപ്പോഴും നിങ്ങളുടെ ഒരു ശ്രദ്ധ വേണം. സിസ്റ്റർ ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. ഓക്കെ സാർ. ഓക്കെ. അപ്പം എല്ലാം പറഞ്ഞ പോലെ ഇവിടെ തന്നെ ഉണ്ടാവണം. ദൂരെ അങ്ങോട്ട് പോകരുത്. ശരി. പിന്നെ പുറത്തുനിന്ന് ആരെ അകത്ത് വിടണ്ട. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. എന്റെ അനു, അറിയാൻ വയ്യാണ്ട് ചോദിക്കുക, നിനക്ക് വട്ടാണോ? നിനക്കെങ്കിലും എൻ്റെ സിറ്റുവേഷൻ മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിച്ചേ. ഇതിപ്പോ ശേ, പിണങ്ങല്ലേടാ. എനിക്കങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് പറഞ്ഞതല്ലേ. എനിക്ക് പോലും വിശ്വസിക്കാൻ പറ്റിയില്ല, പിന്നെയാ നിനക്ക്. നിനക്ക് അത്രയ്ക്ക് ഉറപ്പാണോ? എടി, അവനെ കണ്ട എനിക്ക് നിനക്കറിയാവുന്നതല്ലേ എല്ലാം. സോറി. അതെ, നീ ആ സിയുമായി സംസാരിക്കണം, അതാ നല്ലത്. അത് ശരിയാവോ? എനിക്കെന്തോ പോലെ. എൻ്റെ അറിവില് ഇതല്ലാതെ വേറൊരു വഴിയില്ല. കാര്യങ്ങൾ നീ തുറന്നു പറയും, അയാൾക്ക് നിന്നെ സഹായിക്കാൻ കഴിയും, അതുറപ്പാ. സാർ എനിക്കൊരു ഹെൽപ്പ് ചെയ്യാമോ? പറഞ്ഞോളൂ. ഇന്നലെ നിങ്ങൾ പിടിച്ചോണ്ട് പോയത് എനിക്ക് വേണ്ടപ്പെട്ട ഒരാളാണോ എന്നൊരു സംശയം. വാട്ട്? എനിക്ക് സാറിൻ്റെ ഒരു സഹായം വേണം. സാർ കൂടെ ഉണ്ടെങ്കിലേ ഇത് നടക്കൂ.